ഇമ്മ വേറെ പണ്ടേ നിങ്ങളെ ചെറുപ്പത്തില് നോമ്പ് തുറക്കുമ്പോ എന്താ ഉമ്മ അവിടെ ഉമ്മന്റെ ഉമ്മ ഉണ്ടാക്കി തരുത്ത്? ആ കൈവീശലോ? ആ പത്രികല്ലേ മെഴുക്ക് കെട്ടിയിട്ട് തീകത്തേക്കും അതിങ്ങനെ വീതി 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 അവിടെ നിന്ന് ഇങ്ങോട്ടും എന്നിട്ട് വെളിച്ചെണ്ണ പൊരിക്കും. അച്ഛൻ ചോറുണ്ടാവും, പല കിഴങ്ങുണ്ടാവും. പലഹാരം മാറിയ പലഹാരം തിന്നാൽ ചോറ് കണ്ടേ ചോറ്. പിന്നെ കഞ്ഞി ഉണ്ടാവും, 2 തരം കഞ്ഞിയാണ്. ചീരക്കഞ്ഞി, വെറും കഞ്ഞി, കായക്കഞ്ഞി. കായക്കഞ്ഞി എന്താ സാധനം? കായക്കഞ്ഞി മഞ്ഞളും ഇതൊക്കെ അരിച്ചിട്ട് പതിപ്പിച്ചിട്ട് പാരും. കായക്കഞ്ഞി 3 തരം കഞ്ഞിയാണ് ചിരട്ട കയ്യിലിട്ടിട്ട്. അതെല്ലാവരും മുക്കി കുടിക്കൂ, വേറൊരു ഇല്ല. സ്നേഹമാണ്. ഒരു പാത്രത്തിന് മുക്കി കുടിച്ചാൽ സ്നേഹമാണ്. അപ്പാത്രത്തിൽ പാത്രത്തിൽ വരും. ഒരു കയ്യിൽ മുതൽ ആരും മുക്കും മറ്റൊരു ചീരക്കഞ്ഞി, കായക്കഞ്ഞി, വെറുംകഞ്ഞി 3 കഞ്ഞിയാണ്. പിന്നെ പദം പത്തിരി പൊരിച്ചത്, വെറും പത്തിരി പൊരിച്ചത്, ചട്ടിപ്പത്തിരി, തരിപ്പാള, കൈവീസരി ഒക്കെ 5 വ്യാപനോട് കൊടുക്കണം. വൈകുന്നേരമാകുമ്പോൾ നോമ്പർക്കാകുമ്പോൾ കൊടുക്കണം. 2 പേർക്ക് കാരക്കൈ അതും കൊടുക്കും. എന്നിട്ട് അതിന് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഗാനത്തിലെഴുതു. ബിസ്മി എഴുതിയിട്ടാ തിന്നണ്ടിരുന്നു. അതൊന്നും ഇല്ലല്ലോ ഇന്നില്ലപ്പോൾ. അത് എല്ലാവരും വട്ടത്തിൽ ഇരുന്നിട്ട് ആരാ മൂത്തിട്ടുള്ളവനൊന്ന് എടുക്കും. അടുത്ത് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം തിന്നാൽ പിന്നെ എല്ലാവരും മൂത്തിട്ടുള്ളവനെ എടുക്കുക. ഇനി എന്നെ വിരിയാൻ വെച്ചാൽ പോയി വിറ്റിടാൻ മൂത്തിട്ടുള്ളവർ വിറ്റി കൊടുക്കണമല്ല. ഇങ്ങനെ ഒത്തിരിക്കുക, ഒരു കാലുപടി ഒരു കാലുപടി ഇങ്ങനെ റൗണ്ട് മാത്രപ്പാല പുറത്തോട്ടിലുണ്ടോ മാത്രപ്പാല. ഞാൻ പറഞ്ഞെടുത്ത് പത്തിരിക്ക് ഇവിടെ ആൺകുട്ടിയൊക്കെ ഉച്ചരിക്കാനാക്കി. ആരെടുക്കാഞ്ഞ് മാത്രപ്പാല